ലൈഫ് ആസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇൻ UK. കേൾക്കുമ്പോൾ ഒരു ഗുമ്മക്കമുണ്ട്, പക്ഷേ അതല്ല റിയാലിറ്റി. നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ടാണ് UK വരുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ക്ലാസ്സസും പാർട്ട് ടൈംസും ഷിഫ്റ്റ്സും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ടോട്ടലി കട്ടാവും. പക്ഷേ ഇതൊരു നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് തരുന്നത് നമ്മുടെ ലൈഫിൽ. ഞാനിപ്പോൾ ഇവിടെ UK എത്തിയിട്ട് 9 മാസമായി. ഞാനിതൊരു റോങ് ഡിസിഷനായിട്ട് വിചാരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതൊന്നും പ്ലാൻഡേ അല്ല. എങ്ങനെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ UK എത്തി. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ UK എത്തുമെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ UK നിലവിലുള്ളത്. പോർട്സ്മൗത്തിലാണ് താമസിക്കുന്നത്. ഞാൻ UK വന്നിട്ട് മെയിനായിട്ട് ഫസ്റ്റ് പഠിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ആരും വേണ്ടെന്നല്ല, പക്ഷെ നമുക്ക് നമ്മുടേതായിട്ട് ഒന്ന് നിൽക്കാൻ പറ്റും. ഐ മീൻ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും കുക്കിംഗ് ഞാൻ നാട്ടിൽ വെച്ച് ചെയ്യാമായിരുന്നു. കുക്കിംഗ് ആണെങ്കിലും സാധനം മേടിക്കാൻ പോകുന്നതാണെങ്കിലും പിന്നെ എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ കാണുള്ളൂ. അതാണ് ഞാൻ ഫസ്റ്റായിട്ട് പഠിച്ച കാര്യം. കുറച്ച് പേര് എന്നോട് എൻ്റെ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു. ഞാൻ ഈ കടലിൽ പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചു എൻ്റെ കോഴ്സ് ഏതാണെന്നൊക്കെ. ഞാൻ MSc അപ്ലൈഡ് അക്വാട്ടിക് ബയോളജിയാണ് പഠിക്കുന്നത്. ഇതൊരു 1 ഇയർ കോഴ്സാണ്. പിന്നെ നമുക്ക് 2 ഇയർ സ്റ്റേ ബാക്കും ഉണ്ട്. ഇപ്പോൾ 9 മന്ത്സ് കഴിഞ്ഞു, ഏകദേശം കഴിയാറായി. പിന്നെ നമുക്ക് 20 hours പാർട്ട് ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ അതൊരു നമുക്ക് 2 ഷിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. വീക്ക്ലി 2 ഷിഫ്റ്റ്സ്. പിന്നെ 2 ദിവസം ക്ലാസ് ആയിരിക്കും, 2 അല്ലെങ്കിൽ 3 ദിവസം ക്ലാസ് ആയിരിക്കും. പിന്നെ പ്രോജക്റ്റ്, പിന്നെ ഷോപ്പിംഗ്, ഗ്രോസറി എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ആ സമയം അങ്ങ് പോകും. പിന്നെ ഇപ്പോൾ UK ഇന്ന് നല്ല വെതറാണ്, നല്ല സണ്ണി വെതറാണ്. അപ്പോൾ ഈ വെതർ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. പക്ഷെ ഇത് ടാൻ അടിക്കും, എന്നാലും നമുക്കൊരു ഒരു ഫീൽ ഗുഡ്നെസ്, അങ്ങനത്തെ ഒരു വൈബ് കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഒരു പള്ളിയുടെ അടുത്തുള്ള ഒരു പാർക്കാണ്, സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്ക്. അപ്പോൾ ഞാൻ പള്ളിയും കൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഞാൻ എല്ലാ സൺഡേയും ഇവിടെ വരാറുണ്ട്. എനിക്ക് ഷിഫ്റ്റ് ഇല്ലെങ്കിൽ എന്തായാലും എല്ലാ സൺഡേയും പള്ളി പോകാറുണ്ട്. ഞാൻ സത്യത്തിൽ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതേ അല്ല. എല്ലാവരും ചോദിക്കുക നീ ഇത്രയൊക്കെ സംസാരിക്കുമോ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഞാനൊരു കാം ആൻഡ് സൈലൻറ്റ്, മോസ്റ്റ്ലി ഒരു ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പോഴും ആണ്, അല്ലാന്നല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഗംഗ ഷിഫ്റ്റിന് പോയി. ഇപ്പോൾ UK കുറച്ച് നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തും. അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇപ്പോൾ UK ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും എല്ലാവരും നിങ്ങളുടെ ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.